2019 ആ ഒരു സമയത്താണ് നമ്മളിവിടെ ഒരു 3 കാറ്റഗറി ആയിട്ട് ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് രംഗത്തിന് ഒരു കൃത്യമായിട്ടുള്ളൊരു സെഗ്രിഗേഷൻ വന്നത്. അതായത് അഫോർഡബിൾ, പ്രീമിയം, അൾട്രാ പ്രീമിയം എന്നിങ്ങനെ ഒരു 3 സെഗ്മെൻറ്റുകൾ ഈ രംഗത്ത് വരികയുണ്ടായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ തമ്മിൽ പ്രൈസ് ഡിഫറൻസും കാര്യമായിട്ട് ഉണ്ടായിരുന്നു. 2019 കോവിഡ് തുടങ്ങിയതിന് ശേഷമുള്ള ഒരു 1.5-2 വർഷം മറ്റെല്ലാ രംഗങ്ങളെയും പോലെ റിയൽ എസ്റ്റേറ്റും ഒരു സ്റ്റാൻഡ് സ്റ്റിൽ മോഡലായിരുന്നു. അവിടെ പുതിയതായിട്ട് ഒന്നും സംഭവിച്ചില്ല. നിലവിൽ നടന്നുകൊണ്ടിരുന്ന പ്രൊജക്റ്റുകളൊക്കെ ഏതാണ്ട് സ്റ്റക്കായ അവസ്ഥയായിരുന്നു. തിരിച്ച് പ്രോപ്പർട്ടി വാങ്ങാനുള്ള ഒരു മൂഡിലേക്ക് വന്നത് ഈ പറഞ്ഞ ഏകദേശം ഒരു 1.5-2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ അവിടെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അഫോർഡബിൾ ഹൗസിംഗ് സെഗ്മെൻറ്റിൽ അപ്പോഴും കാര്യമായ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് എൻട്രി ലെവൽ ഫ്ലാറ്റുകൾ വാങ്ങാൻ അപ്പോഴും ആളുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ 2022 മുതലുള്ള ഒരു കാലഘട്ടം യഥാർത്ഥത്തിൽ കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ള പ്രൊജക്ട്സ് കൂടുതലും അൾട്രാ പ്രീമിയം സെഗ്മെൻറ്റിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. അതിനുള്ള പ്രധാനമായ 2 കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് ഉയർന്ന സ്ഥലവിലയും പിന്നെ നിർമ്മാണ രംഗത്ത് പ്രധാനമായിട്ടും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പുതിയതായിട്ട് വന്ന നിയമങ്ങളും അതിൻ്റെ കംപ്ലയൻസസിന് വേണ്ടിയുള്ള ഉയർന്ന ഫീസും കാര്യങ്ങളൊക്കെ ശരിക്ക് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനെ കാര്യമായി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റോ ഫ്ലാറ്റോ നമ്മൾ സിറ്റി ലിമിറ്റ്സിൽ പണിയുക എന്നുള്ളത് ഒരു പരിധി വരെ അപ്രായോഗികമായി മാറി മിക്കവാറും എല്ലാ ഡെവലപ്പർമാർക്കും. നിലവിൽ നമുക്കിവിടെ പ്രീമിയം അല്ലെങ്കിൽ അൾട്രാ പ്രീമിയം ഈ ഒരു 2 സെഗ്മെൻറ്റിൽ മാത്രമാണ് മിക്കവാറും പ്രോപ്പർട്ടീസ് ഉള്ളത്. ഇതിൻ്റെ നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു പ്രീമിയം എന്ന് പറയാവുന്ന ഒരു സെഗ്മെൻറ്റിൽ വരുന്നതിന് ഏകദേശം ഒരു 6,000-6,500 മുതലും അൾട്രാ പ്രീമിയം എന്ന് പറയുന്ന സെഗ്മെൻറ്റിലേക്ക് എത്തുമ്പോൾ അതൊരു 10,000-ൻ്റെ മേളിലേക്കുമാണ് നിൽക്കുന്നത്. ഇത് ലൊക്കേഷനും മറ്റു ഫീച്ചേഴ്സും ഒക്കെ അനുസരിച്ച് ഇതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം.